ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഇങ്ങനെ എത്താനായി. നമ്മൾ ഓണം എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മാത്സിൽ നിന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ് in the figure ABCDP are the points on the circle with center O. Angle AOB is 130 degree. Find angle ADB, find angle BDC, angle BPC. Yes. So ഈ ആംഗിൾസ് എല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം അല്ലേ. പറഞ്ഞിട്ടുള്ളത് എന്താ, ABCDP എന്ന് പറയുന്നത് ABCDP ഈ 5 പോയിന്റ്സും സർക്കിളിലുള്ള പോയിന്റ്സ് ആണ്. സെൻറ്റർ ആണ് ഈ O എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, AOB എന്ന് പറയുന്ന ആംഗിൾ 130 ഡിഗ്രി ആണ്. AOB എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? AOB, ദിസ് ആംഗിൾ ഈസ് 130 ഡിഗ്രി. യെസ്, ആ ആംഗിൾ 130 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ADB കണ്ടുപിടിക്കണം. ADB എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. AOB എന്ന് പറയുന്നത് 130 ആണെങ്കിൽ ADB എത്രയായിരിക്കും? നമ്മൾ പഠിക്കുന്നുണ്ട് സർക്കിളിൽ ഇതാ സെൻട്രൽ ആംഗിൾ കണ്ടല്ലോ. യെസ്, ഈ സെൻട്രൽ ആംഗിൾ സി ആണ് അല്ലെങ്കിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഈ സെയിം ആർക്കിൻ്റെ 2 എൻഡ് പോയിന്റ്സ് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ഹാഫ് എക്സ്. ഇത് ഹാഫ് എക്സ് ആയിരിക്കും അല്ലേ. ഈ സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെയുള്ള ഓപ്പോസിറ്റ് സെഗ്മെന്റ് ഓഫ് സർക്കിളിലുള്ള ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു AB എന്നുള്ളൊരു ആർക്കിൽ നിന്നുള്ള സെൻട്രൽ ആംഗിൾ ആണ് ഈ 130 ഡിഗ്രി. അതിൽ നിന്നുള്ള ഒരു അടുത്ത സെഗ്മെന്റിലേക്കുള്ള ഒരു ആംഗിൾ ആണ് ഈ ഒരു ആംഗിൾ ADB എന്ന് പറയുന്ന ആംഗിൾ. അത് എത്രയായിരിക്കും? അപ്പോൾ 130ന്റെ ഹാഫ് ആയിരിക്കും. ഹാഫ് ഓഫ് 130, 130/2 എത്ര? is equal to 65 ഡിഗ്രി ആയിരിക്കും നമ്മളുടെ ADB എന്ന് പറയുന്നത്. 65 ഡിഗ്രി ഈസിലി നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ആംഗിൾ BDC. BDC എത്രയാ? BDC എന്ന് പറയുമ്പോൾ BDC ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം O എന്ന് പറയുന്നത് എന്താ? O എന്ന് പറയുന്നത് അവിടുത്തെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ AC എന്ന് പറയുന്ന ആരാ? ഡയമീറ്ററാ. AC എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാ. അങ്ങനെയാണെങ്കിൽ ACൻ്റെ ഇപ്പുറത്തേക്കുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സെമി സർക്കിളാണ്. ACൻ്റെ ഇതൊരു സെമി സർക്കിളാണ്. ഇവിടെ കാണുന്നത് എന്താ? സെമി സർക്കിളാണ്. അപ്പോൾ ഈ ആംഗിൾ നിങ്ങൾ നോക്കുക, ഈ ടോട്ടൽ ആംഗിൾ ഇന്ന സെമി സർക്കിളാണ്. ഈ ടോട്ടൽ ആംഗിൾ ഇന്ന സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രീസ് ആണ്. 90 ഡിഗ്രീസ് ആണെങ്കിൽ ഈ ടോട്ടൽ 90 ഡിഗ്രീസ് ആണ്. ഇവിടെ 65 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 ഡിഗ്രി ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ അല്ലേ? 25 ഡിഗ്രി അല്ലേ? ഇത് ടോട്ടൽ 90 ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ 65 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 25 ഡിഗ്രീസ് ആണ്. റീസൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? 25 ഡിഗ്രീസ് ആണ്. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി ആൻഡ് അതുകൊണ്ട് തന്നെ ദിസ് ഇസ് 25 ഡിഗ്രി. യെസ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ BPC. BPC എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ BPC ഇവിടെ ഈ അകത്തുള്ള ഈ ഒരു ആംഗിളാണ്. ആ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാറ്റി നിർത്താം. റൈറ്റ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ജസ്റ്റ് ആംഗിൾ BPC ഉണ്ട് ആൻഡ് ഞാൻ ഈ D മാത്രം മാർക്ക് ചെയ്യുന്നു. ഓക്കെ, യെസ്, ഓക്കെ, എങ്ങനെയാണെന്ന് വിചാരിക്കാം. റൈറ്റ്, ഇവിടെയാണ് BPC, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ സെൻറ്റർ ഉണ്ട്. ഇത് D എന്ന് പറയുന്ന പോയിന്റ്. സോ ഇത് ഓൾറെഡി 25 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എന്താ പറയുക, ഇത് ഒരു സെഗ്മെന്റ് ആണ്. ഇത് സർക്കിളിൻ്റെ ഒരു സെഗ്മെന്റ് ആണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അനദർ സെഗ്മെന്റ് ആണ്. റൈറ്റ്, ഈ ഒരു ഭാഗം ഒരു സെഗ്മെന്റ് ആണ്, ഇത് അനദർ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരു ആംഗിൾ ആണ് ഇവിടെയുള്ള ആംഗിൾ. മറ്റേ രണ്ടാമത്തെ സെഗ്മെന്റിലെ ആംഗിൾ ആണ് ഈ ഒരു ആംഗിൾ. സോ ആ 2 സെഗ്മെന്റിലെയും കൂടെ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അതായത് ഇവിടെയുള്ള ആംഗിളും ഇവിടെയായിട്ടുള്ള ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, ദാറ്റ് മീൻസ് ആംഗിൾ BDC പ്ലസ് ആംഗിൾ BPC രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BDC എത്രയായിരിക്കും? ഈസിലി പറഞ്ഞൂടെ? ആംഗിൾ BPC എത്രയായിരിക്കും? ആംഗിൾ BPC എന്ന് പറഞ്ഞാൽ 180 ആംഗിൾ BDC മൈനസ് ചെയ്യുക. 180 minus 180 minus angle BDC is 25 degree. 180 minus 25 which is equal to 180 25 minus 155 എന്നായിരിക്കും കിട്ടുക.
155 ഡിഗ്രി. സോ ആ 3 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ സർക്കിൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഫിഗർ കാണുമ്പോൾ പലർക്കും എന്ത് വരും, ഒരു പേടി വരും. അയ്യോ ഈ ഫിഗർ കണ്ടിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു വിചാരം നമുക്ക് വരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ ജോമെട്രി ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിഗർ ഓരോന്ന് കിട്ടുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നിങ്ങൾ അറിയാവുന്ന ഒരു കാര്യം അവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, എനിക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്ന ഞാൻ 130 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇത് സെൻട്രൽ ആംഗിൾ ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തൊരു സെഗ്മെന്റിലെ ആംഗിൾ ആണ്, അപ്പോൾ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇത്. എനിക്ക് അത് അറിയാവുന്ന കാര്യം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെക്സ്റ്റ് ഇതൊരു എന്താണ് ഡയമീറ്റർ ആണ്, ഇത് സെമി സർക്കിൾ ആണ്, സെമി സർക്കിൾ ആംഗിൾ ആണ് ഈ ആംഗിൾ. അതിൽ നിന്ന് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റി, 25 ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അടുത്ത ഓരോ സ്റ്റെപ്പും നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. റൈറ്റ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് തെളിഞ്ഞു വരുന്നത്, കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ തീരെ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഫുള്ളായിട്ട് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തീരെ ട്രൈ ചെയ്യാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ആ ഒരു ആൻസർ കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനിയും ഒരുപാട് പ്രാക്ടീസ് പ്രോബ്ലംസുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, സോ ബൈ, ഓൾ ദി ബെസ്റ്റ്.